വെൽക്കം ടു കെ ഫോർ കിസൺ. നമ്മൾ പുതുതായിട്ട് ചേന കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ഥലം എടുത്ത് പറഞ്ഞല്ലോ, ആ സ്ഥലത്താണ് കേട്ടോ. നമ്മളിവിടെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേന നടാൻ വേണ്ടി ഏരിയ എടുത്ത് കുഴി കുത്തണം. നമ്മൾ ചേന കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്ഥലത്തിൻ്റെ ചെരുവ് അനുസരിച്ച് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. കാരണം വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകണേ അതനുസരിച്ച് വേണം ചാല് കയറാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്തിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഏരിയ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഏരിയ എടുക്കാനുള്ള നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ റെഡി ആക്കിയിട്ടില്ല, ഏരിയ ഇങ്ങനെ നമ്മൾ ഒന്ന് എന്താ പറയുക മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉണ്ടോ ഇവിടെ നമ്മൾ ലൈൻ അടിച്ചിട്ട് അങ്ങനെ വരമ്പിട്ട് പോവും. അപ്പോൾ നമ്മൾ ഇതൊരു അളവ് പോലാണ്. ഇതാണ് നമ്മുടെ ചാല്. ഇവിടെ ഇതൊരു 60 സെൻറ്റിമീറ്റർ ആട്ടോ, നമുക്കത് മതി. അപ്പോൾ നമ്മൾ ഈ കുറ്റി എടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നമ്മുടെ അളവ് വെക്കുന്നുണ്ട്. കുറ്റിയടിക്കുകയാണ്. ഇനി നമ്മൾ അവിടുന്ന് നമ്മുടെ ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് പോരും കേട്ടോ. നമ്മൾ മണ്ണൊന്ന് കൂട്ടിക്കൊടുത്ത് ഏരിയ ആക്കി വരും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ അത്യാവശ്യം കട്ടുണ്ട് കേട്ടോ. ഇത് കൃഷി ചെയ്യാതെ കുറേ കാലം കിടന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ 2-3 വട്ടം നമ്മൾ ട്രാക്ടറിന് കൂട്ടി, എന്നാലും നല്ല രീതിയിൽ കട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേനും റെഡി ആയിക്കോളും. ഈ പ്രാവശ്യം നല്ല കട്ടുണ്ട്. അപ്പോൾ അപ്പം അവിടെ കണ്ടോ ആ ഏരിയയുടെ കട്ടയും കാര്യങ്ങളും ഉടച്ച് ഇങ്ങനെ ലെവലാക്കി വരാണ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നൂല് കെട്ടി ഇങ്ങനെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ കറക്റ്റ് ലെവൽ കിട്ടും, നമുക്ക് ലെവൽ കിട്ടില്ല. നമ്മൾ കൊച്ചിന്ന് കൊയിലാട്ടിക്ക് പോകണമായിരിക്കും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ലെവലും അതുപോലെ തന്നെ എല്ലാം കറക്റ്റ് ലെവലാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിത് അങ്ങനെ ഇങ്ങനെ മണ്ണിട്ട് ഉണ്ടോ, ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരമ്പ് അങ്ങനെ ഇട്ട് പോവുകയാണ് ഏരി. ഇതിൻ്റെ ഇടയിലുണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചേന നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ ചാലിന് വെള്ളം പോകാൻ നമ്മൾ ആഴം കൂട്ടി കൊടുക്കും കേട്ടോ. അത് നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഏരിയ ഒന്ന് മാടി ലെവലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ഏരിയ എടുക്കാൻ പോകാം കേട്ടോ. നമുക്ക് ഒരു അളവ് പോലും ഉണ്ട് കേട്ടോ. ഇതൊരു 2 മീറ്ററും 60 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ ഈ ഏരിയയിൽ വിലങ്ങനെ നമ്മൾ 4 ചേനയ്ക്കുള്ള കുഴിയാണ് കുത്തുന്നത് കേട്ടോ. നീളത്തിൽ നമ്മുടെ ഏരിയ എത്രയുണ്ടോ അതിനനുസരിച്ച് എണ്ണം വരും. വിലങ്ങനെ നമ്മൾ 4 കുത്തുന്നത്. ചേനകൾ തമ്മിൽ 60 സെൻറ്റിമീറ്ററും ഗ്യാപ്പ് വരുന്ന രീതിയിലാട്ടോ നമ്മൾ കുഴി കുത്തുന്നത്. അളവ് പോലെ വെച്ചു. എന്താ ഇവിടെ നമ്മൾ കുറ്റിയടിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ. പിന്നെ കുറ്റിന്ന് ഇങ്ങോട്ട് ചാലിക്ക് 60 സെൻറ്റിമീറ്റർ നേരത്തെ കാണിച്ചായിരിക്കും. പിന്നെ അവിടുന്ന് ഇതേമാതിരിക്ക് ഏരിയ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലും കുറ്റിയടിച്ചു. നമ്മൾ അതേമാതിരിക്ക് തന്നെ ആ അറ്റത്തേക്കും നമ്മുടെ അളവ് പോലും ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ നമ്മൾ അതേമാതിരിക്ക് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കയറ് കെട്ടി ആദ്യം ചെയ്ത പോലെ തന്നെ ഈ സൈഡ് ഇനി അവിടുന്ന് ഞാൻ ഏരുമാടി വരും കേട്ടോ. ഈ സൈഡ് നമ്മൾ ഏരുമാടും കേട്ടോ. അപ്പോൾ ഈ സൈഡും കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് മുട്ടിച്ചെടുത്താൽ കേട്ടോ. ഇതേമാതിരിക്ക് തന്നെ അവിടെയും കൂടി ഒന്ന് മാടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ ആയി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ഒന്ന് ലെവലാക്കണം. നല്ല കട്ടയും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് പേരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടയൊക്കെ അടച്ചു പിടിച്ച് ഒന്ന് ലെവലാക്കണം, സ്ഥലം ഒന്ന് ലെവലാക്കണം. പായം വലിയ വലിയ കട്ടയുള്ളതൊക്കെ നമ്മുടെ കൈക്കോട്ടിൻ്റെ മുട്ടുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിക്കാം. കട്ട കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചേന പോകുമ്പോൾ ചേന
മുകളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ മുളക്കിന് ഭയങ്കര പാടാണ്. അപ്പോൾ അതിങ്ങനെ വലിയ വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കും. ഒരുവിധം വലിയ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ലെവലായി കൊടുക്കും. വേരും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് സൈഡിലേക്ക് ഇടും. അപ്പം നമ്മൾ കൈക്കോട്ടിനൊന്നിങ്ങനെ വടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കട്ടയും അതിങ്ങനെ ചപ്പും കാര്യങ്ങളും അങ്ങനെ പോരും. നമ്മളത് ലെവലാവും ചെയ്യും. ചെറിയ ചെറിയ കട്ടയൊന്നും കുഴപ്പമില്ല കേട്ടോ. പപ്പ ഉണ്ടോ അപ്പുറത്തെ ഏരിയ ക്ലിയർ ആക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ചെയ്യാറ് ഞങ്ങൾ രണ്ടാളും കൂടി ഏരിയ എടുക്കും, പിന്നെ ഞാൻ ഇങ്ങനെ ക്ലിയർ ചെയ്യും. അപ്പോൾ തന്നെ പപ്പ കുഴി കുത്തി വരും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ കട്ടകളൊക്കെ മൊത്തത്തിൽ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുഴി കുത്തലാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 കുഴിയാണ്. അപ്പോൾ എങ്ങനെയാണ് പപ്പ കാണിച്ചു തരും. കുഴി കുത്തുന്ന ആൾ പപ്പ കേട്ടോ. നമ്മൾ അപ്പോൾ നമ്മളൊരു കൈക്കോട്ടിന് അത്യാവശ്യം താഴ്ന്ന രീതിയിൽ നമ്മൾ 25 to 30 സെൻറ്റിമീറ്ററാണ് നമ്മൾ ആഴം, കുഴിയുടെ ആഴം നമ്മൾ എടുക്കുന്നത്. ഇവിടെ കുറച്ച് പോട്ടിൽ തട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്നുകൂടി തൂമ്പയ്ക്ക് താത്തി കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഇവിടെയും ചേന വെക്കും, ഇവിടെയും ചേന വെക്കും. അപ്പോൾ ഈ ചേനകൾ തമ്മിൽ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും 60 സെൻറ്റിമീറ്ററാണ്. നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും കേട്ടോ. ചില ആൾക്കാർ 70 സെൻറ്റിമീറ്റർ, അങ്ങനെ ചില ആൾക്കാർ ഈ ഗ്യാപ്പിൽ 3 ചേനയെ മൂടുകയുള്ളൂ. അതും നനച്ചേന ആയിട്ട് മൂടുന്നവരൊക്കെ അങ്ങനെ ചെയ്യാറ്. നമ്മളേതായാലും ഇങ്ങനെയാണ് മൂടാറ്. നമ്മൾ ഏതായാലും ഈ പ്രാവശ്യം നനചേന ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നനയ്ക്കണം. അല്ലാതെ നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അങ്ങനെ മുളച്ചോളും. അപ്പോൾ നമ്മൾ കുറച്ചെങ്ങാനും അങ്ങനെ നനച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. മൊത്തത്തിൽ നനച്ച് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ കുഴിയെടുത്ത് പോകും. അപ്പോൾ നമ്മളിവിടെ ഒരു 1500 കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരുക. ഉണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. കുഴി എടുക്കുന്ന ആൾ പപ്പ കേട്ടോ. ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞായിരിക്കും, ഞാൻ പപ്പയുടെ കുഴി എടുക്കുമ്പോൾ മറ്റേതിൻ്റെ കട്ടയും കാര്യങ്ങളും ഉടച്ച് പോകും. അങ്ങനെയാണ് ചെയ്യാറ്. കണ്ടോ, വലിയ ഏരിയകളാണ്. അവിടെയായിട്ട് നമ്മുടെ മെയിൻ സ്ഥലം അവിടെയാണ്. അവിടെ പിന്നെ വേറെ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ നമ്മൾ മൊത്തത്തിൽ കുഴി കുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ കണ്ടോ, അവിടെയാണ് നമുക്കിനി, അവിടെ മൊത്തം നമുക്കിനി ഏരിയ കെട്ടണം. അപ്പോൾ അതിൻ്റെ നമ്മൾ കുഴി കുത്തുന്നതിന് മുമ്പ് കാനലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട്, ചീമക്കൊന്നയുടെ കാനലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറേ തൂണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഷീറ്റൊക്കെ വെച്ചിട്ട് വേണം നമുക്കിനി ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഏകദേശം ഒരു 1500 കുഴി ആയിട്ടുണ്ട്. 1500 കുഴി നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം മൂടാൻ വിചാരിച്ചിട്ടോ. മൊത്തം കഴിഞ്ഞിട്ട് മൂടിൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരാളെയും കൂട്ടിയിട്ട്, ചേച്ചിമാരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചേന മൂടും. ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേന മുറിക്കണം പരിപാടിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഓരോ പാർട്ടായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം
ഇത് എഡിറ്റ് ചെയ്യലും പരിപാടിയും ഇപ്പം നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. ഫാമിൽ കോഴിയുണ്ട്, പിന്നെ പശുവിൻ്റെ പരിപാടി, അതുപോലെ തന്നെ ഇവിടെ രാവിലെ വരണം. ഇപ്പോൾ രാത്രി ഒരുപാട് ലൈറ്റ് ആകുമ്പോൾ പണികളൊക്കെ കഴിയും. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും പരിപാടികളുകൊണ്ട് നമ്മൾ പാർട്ടായിട്ട് ചെയ്യാം. ഞാൻ അടുത്ത് നമുക്ക് ചേന മുറിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ നടണം. അപ്പോൾ ഓരോന്ന് നമ്മൾ പാർട്ടായിട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി ചേന നടലും ചേന മുറിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം, എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.